എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കക്ക റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ വളരെ ചെറുതായിട്ടില്ലേ, തീരെ കുഞ്ഞായിട്ടുള്ള കക്കയുണ്ടത്. അപ്പോൾ കക്കയുടെ അതിൻ്റെ കറുത്തൊരു ഇതുണ്ടല്ലോ, വേസ്റ്റ് വരുന്നത്, അത് കുത്തിക്കളയുന്നതാണ് കേട്ടോ. അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. മണിക്കൂറുകളോളം ഇരുന്നു ഞാൻ അത്ര കുറച്ച് ആ പാത്രത്തിലുള്ളത് തീരെ ഒരു 2 മണിക്കൂർ. അപ്പോൾ ഇത് ചെയ്യാമെന്ന് വെച്ചാൽ വേറെ ഒന്നും ചെയ്യണില്ലല്ലോ. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അച്ഛന് മീൻ കച്ചവടമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അച്ഛനല്ലാട്ട് ഇത് കൊടുന്ന അനിയൻ അവൻ്റെ ഷിപ്പിലവിടെ വർക്കിന് പോയപ്പോൾ അവിടെ നിന്ന് കൊടുന്നതാണ് ഇട്ടത്. അപ്പോൾ അവനൊരു വലിയ സഞ്ചി കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിൽ വെച്ചതാണ് 2-3 പാത്രത്തിലേക്ക്. അപ്പോൾ കക്കറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നന്നാക്കി എടുത്തുട്ടാ. കണ്ട അങ്ങനെ തീരെ കുഞ്ഞതാണ്. ഇത്രയും കുഞ്ഞത് ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നന്നാക്കിയിട്ടില്ല. അത്ര കുഞ്ഞതായിരുന്നിട്ടിത്. പക്ഷെ ഇത് കളയാൻ തോന്നില്ല, എനിക്ക് അത്ര ഇഷ്ടമാണ്. പിന്നെ അത്രയും അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ അത്രയും കഴിപ്പിക്കണം എന്ന് തോന്നി. എന്നിട്ട് നന്നാക്കി കേട്ടോ. കണ്ട ഇത് നന്നാക്കി എടുത്തിട്ട് പിന്നെ ഇത് വേവിക്കണം. അത്യാവശ്യം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. അപ്പോൾ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും മണ്ണിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തതാണ് ചെയ്യണം. അപ്പോൾ ശരിക്കും അങ്ങോട്ട് നമ്മൾ അത്യാവശ്യം കഴുകിയിട്ട് അരിച്ചെടുക്കുമ്പോഴാണ് ആ മണ്ണിൻ്റെ എന്തെങ്കിലും ഉണ്ടാവും, അതിൻ്റെ ഈ അരികിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടി അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് വേവിച്ചെടുത്താണിട്ടത്. ഇനി വേവിച്ചിട്ട് നമുക്ക് അരിച്ചെടുക്കണം. കണ്ട വേവിച്ചത് ഒരു വിസിൽ മതി അത് വേവിച്ചെടുക്കാം. അതിന് ശേഷം അരിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ കണ്ടോ വെള്ളം ഇങ്ങനെ ചീറ്റിച്ച് അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഫോഴ്സിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒന്ന് കഴുകുവാരെടുക്കും. വെളിച്ചെണ്ണ ഇത്ര ഒഴിക്കണ്ട കേട്ടോ. വെളിച്ചെണ്ണ ആദ്യം കുറച്ച് ഒഴിച്ചാൽ മതി. പക്ഷെ അമ്മ പെട്ടെന്ന് എടുത്തു. കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ടാണ് കേട്ടോ കടുക് ഇടുന്നത്. കടുക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കടുക് കരിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ആദ്യം കടുക് ഇട്ടിട്ട് ഉള്ളി മൂപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അമ്മ ആദ്യം ഉള്ളി, ഇതിപ്പോൾ കുറച്ച് കൂടുതലധികം വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് അത് കിട്ടാത്തത് ഉള്ളി. അല്ലെങ്കിൽ 2 സൈഡിലേക്കും മാറ്റിയിട്ട് പിന്നെ കടുക് കുറച്ചിട്ട് അതും പൊട്ടിക്കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഇത് റോസ്റ്റ് ചെയ്ത് ആവില്ല. അപ്പം ഒന്നുകൂടി വെളിച്ചെണ്ണ ഇട്ട്, അപ്പോൾ ശരിക്കും നല്ല ആ കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ നല്ല മുരിഞ്ഞിട്ടും. ഇപ്പോൾ കണ്ട അത് മുരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളി മുരിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകിടാണ് കേട്ടോ. ഇത് വെളിച്ചെണ്ണ അധികം ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചാൽ മതി. നമ്മളിപ്പോൾ മീൻ മുട്ടയുടെ കാണിച്ചെന്നില്ല, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉള്ളൂ, അത്ര എടുത്താൽ മതി. പിന്നെ കടുക് പൊട്ടി. പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഇടും, മുളക് പൊടി ഇടും. മല്ലിപ്പൊടി ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇത്ര എടുത്തിട്ട് ഇതങ്ങോട്ട് നല്ല വെളിച്ചെണ്ണയിൽ മൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് അത്യാവശ്യം ഈ വെളിച്ചെണ്ണ അപ്പം ഒഴിച്ചാൽ മതി. ഇതിലും കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ശരിക്കണം മൂത്ത് അതിൽ തന്നെ കിടന്ന് മല്ലിപ്പൊടി നന്നായിട്ട് മൂക്കണം. എന്നാൽ ആ മല്ലിക്കുത്ത് മാറണം കേട്ടോ. ആ ഈ മല്ലിക്കുത്ത് മാറുന്ന ഇത്രയും ഇതിൽ ചെയ്യണത് ഞാൻ ചെയ്യാറില്ല കേട്ടോ. എനിക്കത് കിട്ടാറില്ല. ഇതുവരെ ഞാൻ ചെയ്തിട്ട് ശരിയാവാറില്ല. പിന്നെ മുളക് പൊടി ഇട്ടു. ഇത്രയും മുളക് പൊടി മതി ഇട്ടാൽ. പിന്നെ അത്യാവശ്യം ഉപ്പ് കുറച്ച്, ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി. കുറച്ചല്ലേ ഉള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. ഇതിന് ശരിക്കും മൂക്കട്ടെ. ഇതൊക്കെ ചെറിയ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് ചെയ്യണേ. അതിന് ശേഷം നമുക്ക് കക്ക ഇടാം. ഊറ്റി വെച്ചില്ലേ ആ കക്ക എടുത്തിട്ടു കേട്ടോ. കുറച്ചുള്ളൂ കണ്ടോ. അത് 2 പിടി എന്നൊക്കെ പറയാൻ കാണിക്കണുള്ളൂ. എന്നിട്ട് കക്ക എടുത്തിട്ട് നമ്മളത് ഇനി അത് വേവണ്ട, പക്ഷേ അതിൻ്റെ വെള്ളത്തിൻ്റെ ഇതൊക്കെ പോകണമല്ലോ. അങ്ങനെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ഉപ്പിളാണ്ടിട്ട് മൂടി വെച്ച് വയ്ക്കാം. അതിന് ഇതിൽ പൊട്ടും ഇങ്ങനെ. ഇതിൽ ചിലപ്പോൾ ഒച്ചയൊക്കെയായിരിക്കാം, വളരെ ഇങ്ങനെ പൊട്ടി വരും. അപ്പോഴാണ്ട് ഇതിൻ്റെ പാകമായിട്ട് എടുക്കാം. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ മുരിയാനൊരിതുണ്ടല്ലോ, അപ്പോൾ പൊട്ടി വരും. കണ്ട വേപ്പിലയും കൂടി ലാസ്റ്റിട്ട് ഇപ്പോൾ ഉണ്ടോ ആ ഒട്ടും ഇതില്ല. കക്കറിച്ച് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് വീട്ടിൽ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. പിന്നെ അതിന് ശേഷം ഈ തേങ്ങ ചെറിയതല്ലേ അതിടും. തേങ്ങ ചെറിയതല്ല കേട്ടോ. ഇത് ഇടന്നത് തേങ്ങാപ്പൊടി പോലെ ഇരിക്കുന്നത്. മീൻ കറിക്ക് തേങ്ങ എടുത്തിട്ട് തേങ്ങ അരച്ചാണ് വയ്ക്കാറ്. അപ്പോൾ അതിൻ്റെ പാലെടുത്തിട്ട് വയ്ക്കണം. ഈ തേങ്ങയില്ല അതെടുത്ത് വയ്ക്കുമ്പോൾ. അപ്പോൾ ഇത് എന്തെങ്കിലും തോരനൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ തേങ്ങയായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് കുറേ തേങ്ങ ഉപയോഗിച്ചൊന്നും വരില്ല.
അത്യാവശ്യം തേങ്ങയുടെ കൂടുതലായി എന്നുള്ളൊരു നമ്മുടെ ശരീരത്തിൽ വന്നു എന്നുള്ളൊരു ഇതും വരില്ല. ഒരെണ്ണത്തിന് ആവശ്യമുള്ള കണക്കിന് കുറച്ചേ തേങ്ങ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കക്കയിറച്ചി കിട്ടുകയാണെങ്കിൽ ഇത് ഓരോന്നും ചെയ്ത് നോക്കുന്നത്, അതീവ രുചിയാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഇനി കുറച്ച് വീഡിയോകളുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ എടുത്തതാണ് കേട്ടോ. ഇത് കക്കയിറച്ചി 2-3 പാത്രത്തിലുണ്ടാകുന്നത്, ലാസ്റ്റ് എടുത്തത് ഞാനപ്പോൾ വീഡിയോ ആയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക് യു. കണ്ടോ, വളരെ ആ കക്ക കാണാം, അത്ര രുചിയാണ് കേട്ടത്. അത്രയും കഴിച്ചു, അവനും നല്ല ഇഷ്ടമായി. അപ്പോൾ ശരി, ബൈ.